വികസനത്തിൻ്റെ പുത്തൻ പാലങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടത്. ഇപ്പോൾ പാറശാല മണ്ഡലത്തിലെ കുമ്പിച്ചൽ കടവിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മനു മാടപ്പാട്ട് കൂടി ചേരുകയാണ്. മനു, ഇപ്പോൾ ഉദുമയിൽ നിന്ന് CH കുഞ്ഞമ്പുവിൻ്റെ മണ്ഡലത്തിൽ നിന്ന് PV കുട്ടൻ വിശദീകരിച്ചത് കണ്ടു കാണും. വളരെ കൃത്യമായി തന്നെയാണ് എങ്ങനെയാണ് LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1-2 പിണറായി സർക്കാരുകൾ സംസ്ഥാനത്ത് കൊണ്ടുവന്ന വികസനങ്ങൾ, 200-ലേറെ പാലങ്ങൾ, എത്രയധികം റോഡുകൾ, എത്രയധികം സ്കൂളുകൾ, എത്രയധികം ആശുപത്രികൾ, വളരെ കൃത്യമായി തന്നെ വികസനത്തിൻ്റെ പുത്തൻ കാഴ്ചകൾ കാണുകയാണ് കേരളം. എങ്ങനെയാണ് ഈ കുമ്പിച്ചൽ കടവ്? ഒരുപക്ഷെ ഒരു ജനതയുടെ ഒരു 2-3 പതിറ്റാണ്ടിലേറെയുള്ള ആവശ്യമായിരുന്നു കുമ്പിച്ചൽ കടവ് പാലം. അവിടെ മനോഹരമായ കാഴ്ചകളാണ് കേരളം മുഴുവൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കുമ്പിച്ചൽ കടവ് പാലത്തിൽ നിന്ന് നമുക്ക് വിവരം ഏറ്റവും പുതിയ പങ്കുവയ്ക്കാനുള്ളത് മനു? തീർച്ചയായും ഈ പറയുന്ന എല്ലാ പ്രത്യേകതകളും സിജു നമുക്ക് ഈ കുമ്പിച്ചൽ കടവ് പാലത്തെക്കുറിച്ച് പറയുമ്പോഴുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു KSRTC ബസ്സിനകത്താണ്. ഞാൻ ഈ ബസ്സിനകത്ത് ഇങ്ങനെ നിൽക്കാൻ കാരണമുണ്ട്. ഈ ബസ് നമ്മുടെ ഈ പാലം കടന്ന് തൊട്ടപ്പുറയുള്ള ആദിവാസി സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന തൊടുമല സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന ബസ്സാണ്. അവിടെയുള്ള കുട്ടികളെ രാവിലെ ഈ ബസ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ആക്കും. അതിനുവേണ്ടി മാത്രം സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന, ആ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി മാത്രം ഏർപ്പെടുത്തിയിരിക്കുന്ന ബസ്സാണ്. നേരത്തെ ഇത് ഈ പാലത്തിന് അക്കരെ വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാലം വന്നതിന് ശേഷം ഇതായിപ്പോൾ സെറ്റിൽമെൻറ്റിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള സംവിധാനമായിരിക്കുകയാണ്. ഇപ്പോൾ ആ ഭാഗത്തേക്കുള്ള റോഡിൻ്റെയൊക്കെ ടാറിങ്ങിനൊക്കെയുള്ള അനുവാദമായി കഴിഞ്ഞിരിക്കുന്നു. ഫോറസ്റ്റാണ്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള അനുമതി കൂടി വന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒതുങ്ങിപ്പോയ മനുഷ്യരായിരുന്നു. അതായത് ഒരു ചെറിയ ഇടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയ ജീവിതം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ. ഈ പുഴയ്ക്ക് ഈ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പുഴ കടക്കാറുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ചങ്ങാടമൊക്കെ വേണം, അല്ലെങ്കിൽ കടത്തുവെള്ളമാണ്. ഒന്ന് മാനം ഇരുണ്ടാൽ അവരുടെ മനസ്സ് കറക്കും. കാരണം എങ്ങനെ അക്കരെ പോകും? സ്കൂളിൽ പോയി കുട്ടികൾ തിരിച്ചു വരുമ്പോഴേക്കും മഴയുണ്ടാകും. അങ്ങനെയൊക്കെ വലിയ ആശങ്കകളാണ്. അതൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു നാടിൻ്റെ എല്ലാ സ്വപ്നങ്ങളും മാറിയതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ എന്നോടൊപ്പം ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, ഈ പാലം വന്നതിന് ശേഷം ബസ്സടക്കം നിങ്ങളുടെ മുറ്റത്തേക്ക് വന്നിരിക്കുകയാണ്. പാലം വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എങ്ങനെയാണ്? വളരെ മാറ്റമാണ്. വലിയ എന്ന് പറഞ്ഞാൽ സർവ്വ അനുഗ്രഹവും നമ്മൾ പ്രാപിച്ചതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ പാലം ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. നമ്മുടെ നാട് മൊത്തം മാറ്റിമറിച്ചു. ഒറ്റയ്ക്കല്ല, ഇപ്പോൾ എല്ലാം തുടർന്നാണ്. നേരത്തെ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. ഇപ്പൊ നമ്മൾ എല്ലാവരുമായിട്ട് പെട്ടെന്ന് ബന്ധമുണ്ട്. എല്ലാവർക്കും ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനും. ഇപ്പൊ നിങ്ങളും നമ്മളെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നാടിന്റെ. അതെ, തീർച്ചയായും 100%. 24 മണിക്കൂറും വാഹന സൗകര്യമായി, ബസ് സർവീസായി. രാത്രി അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 7 മണി കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു പാലം ഇവിടെ ഉണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും? സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ഈ പാലം ഇവിടെ യാഥാർത്ഥ്യമാക്കിയ സർക്കാരിനെ കുറിച്ച്, MLA കുറിച്ചൊക്കെ എന്താണ് മനസ്സിൽ തോന്നുന്നത്? എപ്പോഴും അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കടപ്പാടാണ്. കാരണം ഇത്രയും ഇങ്ങനൊരു നമുക്കൊരു പ്രവൃത്തി ചെയ്തു തരിക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതെ, വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും. അത് ഗവൺമെൻറ്റിന് മൊത്തമായിട്ട് എല്ലാവർക്കും നന്ദിയുണ്ട് ഇങ്ങനെ ചെയ്തു തന്നതിന്. സിജു, ജീവിതം മാറിയൊരു കഥയെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഈ വാഹനത്തിൽ ഈ സെറ്റിൽമെൻറ്റുകളിലേക്ക് സർവേക്കൊക്കെ വന്ന ആളുകളുണ്ട്. ഒരു അമ്മ എന്നോടൊപ്പം ഉണ്ട്. അമ്മ, പേരെന്താ? എൻ്റെ പേര് സരസ്വതി. സരസ്വതി അമ്മ, ഈ പാലം വരുമെന്ന് കരുതിയിരുന്നോ? പാലം വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടികൾ മാറി മാറി വരുമ്പം ഉള്ള പ്രതീക്ഷകൾ മാറി അങ്ങനെ ഇരുന്നു. ഇപ്പൊ പാലം വന്നു. എന്ത് തോന്നുന്നു ഈ പാലം വന്നപ്പോ? പാലം വന്ന് ഞങ്ങൾ മഴ നനഞ്ഞു ആറ്റിലെ വെള്ളം ഇറങ്ങുമ്പോൾ ചെളിയിൽ ആരെങ്കിലും സഹായം ഇല്ലാതെ അക്കരെ ഇക്കരയും പോകാൻ പാടില്ല. ആരെങ്കിലും പിടിച്ചു കയറ്റിയാണ് പാലൊക്കെ കൊണ്ടുപോകണത്. ഞാൻ എന്നും പാലും കൊണ്ട് അമ്പൂരി പോകും. അതൊന്നും വേണ്ട, സുഖമായിട്ട് പോവാം. ഇപ്പൊ നടന്നാണേലും സുഖമായിട്ട് പോവാം. ഇപ്പം ബസ്സും വന്നു. വീട്ടുകടയിൽ നിന്ന് ബസ്സും കയറാൻ ഉള്ള ഭാഗ്യം ദൈവം തന്നു. CKക്ക് 1000 നന്ദി പറഞ്ഞാലും മതിയാവും. എല്ലാം. സിജു, CK എന്ന് പറയുന്നത് CK ഹരീന്ദ്രൻ MLA കുറിച്ചാണ് പറഞ്ഞത്. 1000 നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ആ പാലത്തിൻ്റെ ഭംഗി കാണട്ടെ. പാലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ബസ്സിൽ കയറി ഇനി നമുക്ക് ആ പാലത്തിലേക്ക് പോകാം. കുമ്പിച്ചൽ കടവ് പാലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാം. ദൃശ്യങ്ങളിൽ ദൂരെ കാണുന്നുണ്ട്, പാലം കാണുന്നുണ്ടല്ലേ? ഈ പാലം ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടായി മാറിയിരിക്കുകയാണ്. കാരണം ഈ പാലമാണ് ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെയും ജീവിതമെന്ന് പറയുന്നത്. ഇവിടെ ഈ പാലം കാണാനും പാലത്തോട് പോകുന്നതൊക്കെ ഒരുപാട് മനുഷ്യർ നമ്മളോട് കൂടെ ഇവിടെ ഉണ്ട്. ഇവരിങ്ങനെ എന്താ പറയുക, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ പാലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പാലത്തിലേക്ക് തന്നെ ഒന്ന് നടക്കാം. നല്ല നേരത്തെ ബസ്സിലിരുന്ന
ആ വയോധികൻ പറഞ്ഞതുപോലെ തന്നെ അവർ കണ്ട രണ്ട് കരകളുണ്ട്. ഒന്ന് പാലമില്ലായ്മയുടെ, പാലത്തിൻ്റെ ഇക്കരെയുള്ള വികസനമില്ലായ്മയുടെ കര, അപ്പുറത്ത് പുതിയ പാലം വരുമ്പോൾ വികസനത്തിൻ്റെ പുത്തൻ കര കണ്ടത്. അത് LDF സർക്കാർ, ഒരുപക്ഷെ അവർ CK എന്ന് വിളിക്കുന്ന ആ CK, അതോടൊപ്പം തന്നെ പിണറായി സർക്കാർ, LDF സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ, എത്ര പാലങ്ങൾ, കുമ്പിച്ചൽ കടവ് അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാവുകയാണ്. മനു, ഒരുപക്ഷെ ആ പാലത്തിൻ്റെ മനോഹാരിത കൂടി കണ്ടുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. തീർച്ചയായിട്ടും ഞാൻ പാലത്തിലോട്ട് കയറുകയാണ്. ഞാനിത് ആ പാലത്തിലോട്ട് കയറുകയാണ് സിജു. നമുക്ക് ആ ഭംഗി, സജുവേട്ടാ പാലം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാ പാലം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിമനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന പാലമാണ്. നമ്മളത് ഉദ്ഘാടനത്തിൻ്റെയൊക്കെ സമയത്ത് ഗംഭീരമായിട്ട് കൊടുത്തതാണ്. പക്ഷേ എത്ര കണ്ടാലും മതിയാവുകയില്ല, എത്ര കൊടുത്താലും മതിയാവില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം വേറൊന്നുമല്ല, ഒരു 1000 കുടുംബങ്ങൾ മാത്രമാണ് ഈ സെറ്റിൽമെൻറ്റിന് അപ്പുറം ഉള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് ഇങ്ങനൊരു പാലം നമ്മുടെ സംസ്ഥാന സർക്കാർ പണിത് ഇവിടെ യാഥാർത്ഥ്യമായത്. അതാണ് പറയുന്നത്, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. കേവലം 1000 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കോടി രൂപ മുടക്കി ഒരു പാലം യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരായ ആളുകളെ എത്രമാത്രം ചേർത്ത് നിർത്തുന്നു എന്നതിൻ്റെ കൂടി ഒരു ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. സിജു, എന്നോടൊപ്പം ഇപ്പോൾ നിങ്ങൾ പാലം കണ്ടോളൂ. എന്നോടൊപ്പം ഇവിടുത്തെ ഒരുപാട് നാട്ടുകാരൊക്കെ ചേരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് ക്യാമറ തിരിക്കുകയാണ്. ഒരു അധ്യാപകൻ എന്നോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം നേരത്തെ ഇവിടെ വന്നിരുന്നത് കടവ് കടന്നാണ്. ഇപ്പോൾ പാലം കടന്ന് വന്നതിൻ്റെ ഒരു സന്തോഷം എന്നോട് പങ്കുവയ്ക്കുക. എങ്ങനെയുണ്ട് ഈ മാറ്റം? 10 വർഷം മുമ്പാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് വരുന്നത്. ഗവൺമെൻറ് ട്രൈബൽ LPS പ്രൈമറിയിലെ അധ്യാപകനാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ടിരുന്നത് വെള്ളം കയറിയിട്ട് ഒരു 10 മിനിറ്റോളം തോണി പിടിക്കണം. പിടിച്ചിട്ട് പിന്നെ 1.5 കിലോമീറ്റർ നടന്നിട്ടൊക്കെയാണ് ഞങ്ങൾ സ്കൂളിൽ എത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ മഴ പെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നടക്കുന്ന വഴികളെല്ലാം തോട് പോലെ കിടക്കും. പിന്നെ വന്യജീവികൾ, ഇതെല്ലാം പേടിച്ചിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പാലം വന്നതോടുകൂടെ വളരെ അനുഗ്രഹമായി മാറി. മാത്രമല്ല, ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വന്നാൽ ഞങ്ങൾ കുട്ടികളെ എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട്. കാരണം അപ്പുറത്ത് അത്രയും 1.5 കിലോമീറ്റർ ഓടിയിട്ട് പിന്നെ വെള്ളം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വെള്ളത്തിൽ അപ്പുറത്ത് കൊണ്ടുപോയി പോകണം. ഒരു മഴയൊക്കെ വന്നാൽ പിന്നെ വലിയ പേടിയാണ്, ബുദ്ധിമുട്ടാണ്. അതൊക്കെ മാറിയല്ലേ? അതെ. MLA CK ഹരീന്ദ്രൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ളൊരു പരിപാടിയാണിത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ വളരെ ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോലെയുള്ളൊരു ദൃശ്യമൊക്കെ നമുക്ക് കിട്ടും. ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് സ്പോട്ടായി മാറി. താഴെ ഒരു പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. രാത്രി എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു 6 മണിയായി കഴിഞ്ഞാൽ വെള്ളം പൊട്ടും. ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു അപകടം പറ്റിയാലോ എന്തെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുവന്നതിനോ ഒന്നും പറ്റാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും വെളിപ്പുറത്ത് നമുക്ക് ലോകത്തേക്ക് എത്താം. സിജു, ഇതൊന്ന് ഓർത്ത് നോക്കൂ. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ 6 മണിക്ക് ശേഷം ഒറ്റപ്പെട്ട് പോവുകയായിരുന്നു ആ നാട്. വേറെ കാര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. പണ്ട് ഈ പാലം വരുന്നതിന് മുമ്പ് 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയൊക്കെയായിരുന്നു സെൻറ്റിനുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ലക്ഷങ്ങളിലേക്ക് കയറിയിരിക്കുന്നു. ആളുകൾ ഭൂമിയൊക്കെ വാങ്ങുന്നു. അങ്ങനെ ഈ നാടിൻ്റെ മുഖം മുഴുവൻ മാറിയിരിക്കുകയാണ്. എല്ലാവരും എന്നോടൊപ്പം ഉണ്ട് കേട്ടോ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് പാലം വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റം? ഈ പാലം വന്നതിന് ശേഷം അമ്പൂരിയുടെ മോച്ചായ തന്നെ മാറിയിരിക്കുക. ദിവസവും ഈ പാലം കാണാനായിട്ട് ടൂറിസ്റ്റുകളായി വരുന്നവർ 100 കണക്കിന് ആൾക്കാരാണ്. അവധി ദിവസങ്ങളിൽ ഈ പാലത്തിൽ വണ്ടിയോ അല്ലെങ്കിൽ ആൾക്കാർക്കോ നിൽക്കാൻ ആവില്ല. പാലം നിറഞ്ഞ ആളാണ്. അതുമാത്രമല്ല, ഈ പ്രദേശത്തിപ്പോൾ ഏറ്റവും അവസാനത്തെ വീട്, ആദിവാസി മേഖലയിൽ ഏറ്റവും അവസാനത്തെ വീടുള്ളവിടം വരെ റോഡ് പോകുന്നുണ്ട്. പുതിയ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഏതാണ്ട് ടാറിങ്ങിൻ്റെ പക്കലാണ്. അതുപോലെ തന്നെ വാഹനം, ഇപ്പോൾ ഒരു ബസ് പോയി, അടുത്തൊരു ബസ് ആ കരയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതുണ്ട്. ഇവിടെ നിന്ന് 4 ബസ്സുണ്ട്. കോട്ടയം വരെയുള്ള ബസ്സുകളുണ്ട്. അപ്പോൾ സൈലൻ്റ് ആയിരിക്കും. ഇതെല്ലാം ഈ പാലം വന്നതിന് ശേഷമുള്ള വികസന പ്രവർത്തനം. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനം. ഒരുപാട് വീടുകളും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് സാധനങ്ങൾ കൊണ്ടുവരുവാനും ഇവരുടെ വനവിഭവങ്ങൾ നാട്ടിൽ കൊണ്ടുപോകുന്നതിന് യഥേഷ്ടം വാഹനങ്ങൾ പോകുന്നതിന് ഈ പാലം, അല്ലെങ്കിൽ നമ്മളിവിടുത്തെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ച അണമുഖം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ആറുകാണി വഴി കേരളത്തിലെത്തണം. ഇതൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും വലിയൊരു ടൂറിസം സാധ്യതകൾ തുറന്ന് നൽകുകയാണ്. അതുപോലെ തന്നെ ഈ ആദിവാസി മേഖലകൾക്ക് നിത്യവൃത്തി വരുമാനം കണ്ടെത്തുന്ന രീതിയിലേക്ക് മാറുകയാണ്. കാരണം ടൂറിസം വളർന്നു വരുന്നത് ആ നാട്ടുകാർക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മനു, ആ അവസാനം ഇപ്പോൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആൾ പറഞ്ഞതാണ്. ആ കരയുടെ, ആ കുമ്പിച്ചൽ, അതായത് അമ്പൂരിയിലെ ആ അടുത്ത കരയിലെ അവസാനത്തെ വീടിനെ വരെ കരുതുന്ന ഒരു വികസനം, അതായത് അവസാനത്തെ ആളിനെ പോലും ചേർത്ത് പിടിക്കുന്നതാകണം വികസനം എന്നതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാട്. LDF മുന്നോട്ട് വെക്കുന്ന ആ കാഴ്ചപ്പാടെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്. ഏതായാലും കുമ്പിച്ചൽ കടവിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ മനു മാടപ്പാട്ട് പങ്കുവെക്കുന്നത്.